ഹലോ, നമസ്കാരം. തിയേറ്ററിൽ പോയി കാണണം എന്ന് വിചാരിക്കുകയും എന്നാൽ സാധിക്കാതെ പോയതുമായ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. രാഹുൽ റിജി നായർ സംവിധാനം ചെയ്ത ഫ്ലാസ്ക് എന്ന സിനിമയാണത്. നമ്മുടെ പ്രിയപ്പെട്ട സൈജു കുറുപ്പ്, അതുപോലെ സുരേഷ് കൃഷ്ണ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരൊക്കെ അഭിനയിച്ച സിനിമയാണ്. സിനിമ ഇപ്പോൾ OTT-യിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് സിനിമ കണ്ടിരുന്നു. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ മെയിനായിട്ട് ഇതിന്റെ പെർഫോമൻസുകൾ തന്നെയാണ്. അതായത് സുരേഷ് കൃഷ്ണ, അത് നമുക്കറിയാം, അത്യാവശ്യം നല്ല വില്ലൻ ക്യാരക്ടേഴ്സും കോമഡി ക്യാരക്ടേഴ്സും സഹനടനൊക്കെ ആയിട്ട് നമ്മളെ അത്യാവശ്യം നല്ല രീതിയിൽ ത്രില്ലടിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ് സുരേഷ് കൃഷ്ണ. സെയിം അതുപോലെ തന്നെയാണ് നമ്മുടെ സൈജു കുറുപ്പ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു അണ്ടർ റേറ്റഡ് നായകനാണ് സൈജു കുറുപ്പ് എന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ സഹനടനായിട്ടും ഹ്യൂമറും അതുപോലെ സീരിയസ് ക്യാരക്ടേഴ്സൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ്. സിനിമയിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സാണ് ഉള്ളത്. പിന്നെ ഉള്ള ക്യാരക്ടേഴ്സ് അത്യാവശ്യം അവരുടെ പെർഫോമൻസുകളൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ സുരേഷ് കൃഷ്ണയും അതുപോലെ സൈജു കുറുപ്പും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ചിരി സമ്മാനിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഏകദേശം ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അതാണ് കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് സിനിമയ്ക്ക് തോന്നിയത്. ഒരു സാധാ കോൺസ്റ്റബിൾ ആയിട്ടുള്ള നായകൻ, അതായത് നമ്മുടെ സൈജു കുറുപ്പിന് ഒരു ചെറിയൊരു സാഹചര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പണിഷ്മെന്റ് ആയിട്ട് അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ജില്ലാ ജഡ്ജിയുടെ ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് പോകുന്നു. അതായത് ജില്ലാ ജഡ്ജിയായിട്ട് വരുന്നത് സുരേഷ് കൃഷ്ണയാണ്. അങ്ങനെ അവിടെ പോകുന്നതും അവിടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും അവർ തമ്മിലുള്ള ഒരു ഹയാർക്കിയുടെ ഒരു പ്രശ്നങ്ങളും പിന്നീട് വേറെ ചില ഇൻസിഡന്റ് ഉണ്ടാകുന്നതും അദ്ദേഹത്തെ രക്ഷിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന പോലെ തോന്നിയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് എനിക്കൊരു നെഗറ്റീവ് തോന്നിയത്. കാരണം സിനിമയെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു സിനാറിയോ ഒക്കെ കൊടുത്ത് സിനിമയെ സെറ്റ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതിൽ കുറച്ച് മാവോയിസ്റ്റ് പരിപാടികളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ പോലെ തോന്നിയിരുന്നു. അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ, എന്നാൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഒരു കുറച്ച് ചിരിക്കാനൊക്കെ ഉള്ള അത്യാവശ്യം നല്ല പെർഫോമൻസുകൾ സമ്മാനിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളും സിനിമ കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയും. ഓക്കെ, ബൈ.